ഇതിനകത്ത് ബഹുമാനപ്പെട്ട വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഈ വിഷയത്തെ സംബന്ധിച്ച്, ഈ പ്രതിസന്ധിയെ സംബന്ധിച്ച് വളരെ കൃത്യമായി ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. അതിനപ്പുറത്തേക്ക് വളരെ ആധികാരികവും കൃത്യവുമായിട്ടുള്ള ഒരു വിശദീകരണം ഇവിടെ ഇരിക്കുന്ന ആർക്കും നൽകാൻ കഴിയില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ്സിന് ഈ പവർ കട്ടിനെ ലോഡ് ഷെഡിങ്ങിനെ സംബന്ധിച്ചോ ഒന്നും പറയാനുള്ള യാതൊരു അവകാശവുമില്ല. സത്യത്തിൽ 2016 മുതൽ 2011 മുതൽ 2016 വരെയുള്ള UDF ഭരണകാലം എങ്ങനെയായിരുന്നു, എന്തായിരുന്നു? ലോഡ് ഷെഡിങ്ങും പവർ കട്ടും വളരെ കൃത്യമായി ഇവിടെ നടപ്പിലാക്കിയ ഒരു ഗവൺമെൻറ് ആയിരുന്നു അത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് ജനങ്ങളുടെ ജനജീവിതത്തിൻ്റെ ഭാഗമായി അത് മാറിയിരുന്നു. എന്നാൽ പിന്നീട് വന്നിട്ടുള്ള LDFിൻ്റെ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് 10 വർഷം, ഈ 10 വർഷം ലോഡ് ഷെഡിങ് എന്ന് പറയുന്ന ഒരു സംഗതി, പവർ കട്ട് എന്ന് പറയുന്ന ഒരു സംഗതി ഇരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ലാത്ത കാര്യമല്ലേ? വസ്തുതയല്ലേ ഇത്? ആർക്കെങ്കിലും അതിനെ ലോഡ് ഷെഡിങ്ങോ പവർ കട്ടോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഏതെങ്കിലും വൈദ്യുതി സംബന്ധിച്ചിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള പിന്നെ KCBയുടെ ഭാഗത്തു നിന്നോ വൈദ്യുതി വകുപ്പിൻ്റെ ഭാഗത്തു നിന്നോ എന്തെങ്കിലും തരത്തിലുള്ള ഒരു വിച്ഛേദനം ഉണ്ടായിട്ടുണ്ടോ? ഇല്ലല്ലോ. പവർ കട്ടില്ലാത്ത 10 വർഷങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ആധികാരികമായി കൃത്യമായി ശരിയാണത്. അതാണ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇപ്പം ഈ UDFകാരും കുറച്ച് ആളുകളും ഈ പറഞ്ഞ പോലെ ഈ വിമർശനം ഉന്നയിക്കുന്നു. എന്തർത്ഥത്തിലാണ്? വീണ്ടും മൂന്നാമതും LDF ഗവൺമെൻറ് അധികാരത്തിൽ വരാൻ പോവുകയാണ്. ഏതാനും 10-15 ദിവസമേ ഉള്ളൂ, 10 ദിവസമേ ഉള്ളൂ ഫലം അറിയാൻ വേണ്ടി. അപ്പോൾ ഈ ഫലം അറിയുമ്പോൾ LDF വീണ്ടും അധികാരത്തിലേറുകയാണ്. ഈ പറഞ്ഞ രീതിയിൽ കേരളത്തിലെ വൈദ്യുതി മിച്ചം വെക്കുന്ന തരത്തിൽ കേരളത്തിലെ വൈദ്യുതി രംഗം വളരെ ശക്തിമത്തായി മുന്നോട്ട് പോകുന്നുള്ളതല്ലേ കൃഷ്ണൻകുട്ടി ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞതിൻ്റെ അർത്ഥം? അതുതന്നെയല്ലേ നമുക്കതിൻ്റെ മനസ്സിലാക്കാൻ കഴിയുക. അല്ലാതെ ഇപ്പോൾ ഈ പ്രതിപക്ഷ നേതാവടക്കമുള്ള UDFിൻ്റെ ആളുകൾ ഇവിടെ വന്ന് വെറുതെ ബഹളം വെക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത്? എന്തർത്ഥമാണുള്ളത്? ഒരു 10 ദിവസത്തിൻ്റെ വിഷയവും ഇത് യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചത് എന്താണ് അത് നമ്മൾ മനസ്സിലാക്കണം. അത് അവതാരക അടക്കം ദിവ്യ അടക്കമുള്ള ആളുകൾ പറഞ്ഞല്ലോ, ബുദ്ധിമുട്ടുകയാണ്, പുറത്തിറങ്ങാൻ വയ്യ, ചൂട് കൊണ്ടൊരു രക്ഷയില്ല. ഇനി വീട്ടിനകത്ത് കയറി ഒരല്പം ഫാൻ ഇട്ട് AC ഇട്ട് കാറ്റ് കൊള്ളാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് നടക്കുന്നില്ല. പവർ കട്ടാണ്, ലോഡ് ഷെഡിംഗ് ആണ്. അത് അങ്ങനെയാണ് എങ്കിൽ, അങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ട്. ജനങ്ങളോട് അത് തുറന്നു പറഞ്ഞ് ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്താമല്ലോ. എന്തുകൊണ്ട് അതിന് തയ്യാറാകുന്നില്ല? പ്രതിസന്ധി അത്തരത്തിലുള്ള പ്രതിസന്ധി ആണെങ്കിൽ ലോഡ് ഷെഡിങ് പോലുള്ള കൃത്യമായ കാര്യങ്ങൾ നടപ്പിലാക്കും. പക്ഷേ അത് അങ്ങനെയല്ല എന്നല്ലേ മന്ത്രി പറഞ്ഞത്. മന്ത്രി പറഞ്ഞത് നമ്മൾ എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുകയല്ലേ. മന്ത്രി പറഞ്ഞാണ് വൈദ്യുതി ഉപഭോഗം കൂടുന്നു, കനത്ത ചൂടാണ്, ചൂട് കുത്തനെ ഉയർന്നു, നാളിതുവരെ ഇല്ലാത്ത കേരളത്തിലില്ലാത്ത ചൂട് കൂടുന്നു, വേനൽ മഴ ലഭിച്ചിട്ടില്ല, പിന്നെ ഗ്യാസ് അടക്കമുള്ള പിന്നെ പാചകവാതകത്തിന് വലിയ പ്രതിസന്ധി ഉണ്ടാകുന്നു, ഇൻഡക്ഷൻ കുക്കറിൻ്റെ അമിതമായ ഉപയോഗം, AC-യുടെ അമിതമായ ഉപയോഗം, വലിയ ആളുകളുടെ വാങ്ങൽ ശേഷി കൂടിയിട്ടുണ്ട്. ഇതെല്ലാം കേരളത്തിലെ ആളുകളുടെ വാങ്ങൽ ശേഷി കൂടി. ഇപ്പോൾ AC എന്ന് പറയുന്ന എല്ലാ വീടുകളുടെയും ഒരു മുറിയിലെങ്കിലും AC ഉള്ള ഒരു വീടുകൾ ആയി മാറിയിരിക്കുന്നു. ആളുകളുടെ വാങ്ങൽ ശേഷി കൂടി. അപ്പോൾ ഇത്തരത്തിൽ കേരളത്തിൻ്റെ ഒരു പൊതുസ്ഥിതി വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വൈദ്യുതി ഉപഭോഗം കൂടുന്നു. അല്ല, ഉണ്ടായതല്ല. പക്ഷേ ഈ കാലാവസ്ഥ അതാണ് പറഞ്ഞത്. വൈദ്യുതി ഉപഭോഗം ക്രമാതീതമായി, നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തേക്ക് ആനുപാതികമല്ലാത്ത രീതിയിൽ ക്രമാതീതമായി കുത്തനെ ഉയരുകയാണ് വൈദ്യുതി ഉപഭോഗം. അപ്പോൾ ഉണ്ടാകുന്ന പ്രതിസന്ധികളാണിത്. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ കേരളത്തിലെ ഈ പറയുന്ന LDF ഗവൺമെൻറ് ഈ അവസാന നിമിഷത്തിൽ വീണ്ടും അധികാരത്തിലേറാൻ പോകുന്ന ഈ അവസാന നിമിഷത്തിൽ ജനങ്ങളെ ബോധപൂർവ്വം ദ്രോഹിക്കുന്നതിന് വേണ്ടി ഏതെങ്കിലും തരത്തിലുള്ള പ്രവർത്തനം നടത്തുന്നതാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത്? എന്താണ് നിങ്ങൾ പറയുന്നതിൻ്റെ അർത്ഥം? എന്താണ് ഈ UDFകാർ പറയുന്നതിൻ്റെ അർത്ഥം? എന്താണ്? ഇങ്ങനെ വെറുതെ വ്യാജമായിട്ടുള്ള ഒരു പ്രതിഷേധ പരിപാടികൾ കൊണ്ടൊന്നും ഈ കേരളത്തിലെ ജനങ്ങളുടെ LDFനെതിരെ കേരളത്തിലെ ജനങ്ങളെ ആസൂത്രണത്തിന്റെ പ്രശ്നം വരുന്നില്ലെന്ന് ഞാൻ പറഞ്ഞത്. പല ഘട്ടങ്ങളിലായിട്ട് പിന്നെ വൈദ്യുതി, എനിക്കതിൻ്റെ സാങ്കേതിക വശങ്ങൾ അറിയത്തില്ല. അതുകൊണ്ടാണ് എനിക്കതിൻ്റെ സാങ്കേതിക വശം എന്താണ്, അതിൻ്റെ മെക്കാനിക്കലായിട്ടുള്ള കാര്യങ്ങൾ, അതിൻ്റെ സാങ്കേതികമായ കാര്യങ്ങളൊന്നും അറിയത്തില്ല. പക്ഷേ വൈദ്യുതി ഉപഭോഗം കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ട്രിപ്പാവുന്നു, അല്ലെങ്കിൽ അത് സ്വാഭാവികമായിട്ടും കുറച്ച് സമയത്തേക്ക് വൈദ്യുതി നിലയ്ക്കുന്നു, വീണ്ടും വരുന്നു. ഇത് പല തവണ ആവർത്തിക്കുന്നുണ്ട്. അത് ആവർത്തിക്കുന്ന എപ്പോഴൊക്കെയാണ്? രാത്രി കാലങ്ങളിലാണ്. 9-നും 10-നും ഇടയ്ക്ക്, 11-നും 9-നും 8 മണിക്കും ഇടയ്ക്കാണ് ഇതിങ്ങനെ പലതവണ ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് ഇങ്ങനെ ആവർത്തിക്കുന്നത്. ഇതൊരു പ്രഖ്യാപിതമോ അപ്രഖ്യാപിതമായ ലോഡ് ഷെഡിങ്ങിൻ്റെ സ്വഭാവമല്ലല്ലോ അതിന്.
നമുക്കത് മനസ്സിലാക്കാവുന്ന കാര്യമല്ലേ ശരി, ശരി. കെ സി ബി നമുക്ക് ബോധപൂർവം അപ്പോൾ ചെയ്യുന്നതായിട്ട് അറിയുന്നത് നമുക്ക് അതിനെ കാണാൻ സാങ്കേതിക വശം പറ്റും. ജനങ്ങളെ തന്നെയാണല്ലോ. ഉപദ്രവിക്കുന്നതിന് വേണ്ടി Electricity അങ്ങനെയൊന്നുമല്ല Enterprise Configuration അങ്ങനെയൊന്നുമല്ല ശ്രീ സിബിക്കുട്ടിയുണ്ട്. നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം എന്താണ് സംഭവിച്ചു